ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സംവാദം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടത്തിയ സംവാദമാണ് ഖവാരിജുകളുമായിട്ട്. അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫയായ കാലത്ത് ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉടലെടുത്തു. ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് അവരുണ്ട്. ഉസ്മാൻ അഫ്ഫാനെ കൊന്നത് യഥാർത്ഥത്തിൽ അവരാണ്. പിന്നീട് അത് വലിയൊരു വിപ്ലവമായി പൊട്ടിപ്പുറപ്പെട്ട് പതിനായിരക്കണക്കായ ആളുകൾ അതിൽ ചേർന്ന് മുസ്ലിമീങ്ങൾ അങ്ങനെ രണ്ട് വിഭാഗമായി മാറി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുമായി അവസാനം യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത്രയേറെ ഫിത്നകൾ അവരെ കൊണ്ട് സമൂഹത്തിലുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖലീഫയോട് പറഞ്ഞു, അവരിൽ പല ആളുകളും പെട്ടുപോയവരുണ്ട്, അതുകൊണ്ട് അവരുമായി ഒന്ന് സംവദിച്ചാൽ അത്തരം ആളുകൾക്ക് ഒരു പക്ഷേ ഹക്ക് മനസ്സിലാക്കി ഉദ്ദേശശുദ്ധിയുള്ളവർക്ക് മടങ്ങി വരാൻ അതൊരു കാരണമായി മാറിയേക്കാം. ഞാനതിന് സന്നദ്ധനാണ്, നിങ്ങൾ അനുവാദം നൽകുകയാണെങ്കിൽ. ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, വേണ്ട, അവരുടെ സ്വഭാവം വളരെ മോശമാണ്, നിങ്ങൾ അവർ എന്തും ചെയ്യാൻ മടിക്കയില്ല, ഒരു പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ വരെ അവർ തയ്യാറാവും എന്ന് ഖലീഫ പറയുകയും, എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഖലീഫയുടെ അനുവാദമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട് കണ്ടപ്പോൾ ഖലീഫക്ക് തോന്നി അദ്ദേഹത്തിന് പറഞ്ഞയക്കാം. അങ്ങനെ ഇബ്നു അബ്ബാസിനെ പറഞ്ഞയച്ചു. ഇബ്നു അബ്ബാസ് അവരെ മൊത്തം വിളിച്ചുകൂട്ടി അവരുമായി സംവദിച്ചു. ആയത്തുകളും ഹദീസുകളും ധാരാളമായി ഓതിക്കൊണ്ട് അവരുടെ ഭാഗം തെറ്റാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും ആ സംവാദം കഴിയുമ്പോൾ 20,000 ആളുകൾ തൗബ ചെയ്ത് ശരിയായ മാർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നത് ചരിത്രമാണ്.